പുനർവിവാഹം. രചന മായ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. മോശം പറയാനൊന്നുമില്ല. എത്ര ഭംഗിയായിട്ടാണ് അവർ സംസാരിക്കുന്നത്. ആന്റി പരിചയപ്പെടുത്തിയപ്പോൾ ആദ്യമായി കാണുന്നതിന്റെ യാതൊരു മടിയുമില്ലാതെ എത്ര സ്നേഹത്തോടെയാണ് തന്നോട് സംസാരിച്ച്. ആരും ഇഷ്ടപ്പെട്ടു പോകും അവരെ. ഹർഷൻ ചേട്ടന് ഇഷ്ടപ്പെട്ടില്ല, ഒരു തെറ്റുമില്ല. ഗീതുവിനുള്ള സാരി തിരയവേ വേണി ചിന്തിച്ചു. ഗീതുവിനുള്ള സാരിയാണ് ആദ്യം എടുക്കുന്നത്. എൻഗേജ്മെന്റിന് ഇപ്പോൾ സാരിയേക്കാൾ ലഹങ്കയൊക്കെയാണ് പതിവ് എന്നുള്ളതുകൊണ്ട് തന്നെ രാധിക അവളോട് ലഹങ്ക എടുക്കാമെന്ന് പറഞ്ഞെങ്കിലും ഗീതു സാരി തന്നെ മതിയെന്ന് പറഞ്ഞു. സാരിയാണെങ്കിൽ ഫംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും ഉടുക്കാമെന്നാണ് ഗീതുവിന്റെ അഭിപ്രായം. രാധികക്കോ മറ്റാർക്കോ അതിലൊരു എതിരഭിപ്രായമോ ഇഷ്ടക്കേടോ തോന്നിയില്ല. കുറച്ചേറെ സാരികൾ ട്രൈ ചെയ്ത ശേഷം ലൈറ്റ് പിങ്കും ഗ്രീനും കോമ്പിനേഷനിൽ വരുന്ന ബനാറസി സിൽക്ക് സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഉടുത്തു നോക്കിയപ്പോൾ ഗീതുവിന് അത് നന്നായി ചേരുന്നുണ്ട്. ഇത് മോൾക്ക് നന്നായി ചേരുന്നുണ്ട് അല്ലേ ഹർഷ? രാധിക ഹർഷനെ നോക്കി. അവൻ പുഞ്ചിരിയോടെ അവളെ നോക്കുകയാണ്. ആ, ഗീതുവിന് ഇഷ്ടമെങ്കിൽ ഇതെടുക്കാം, എനിക്കിഷ്ടപ്പെട്ടു. അവൻ പറയുന്ന കേൾക്കെ ഗീതുവിന് അത് തന്നെ മതിയെന്നായി. ഓരോ നിമിഷം അവളെ നോക്കുമ്പോഴുള്ള ഹർഷന്റെ കണ്ണുകളിലെ തിളക്കം വേണി കാണുന്നുണ്ടായിരുന്നു. ഒരിക്കൽ പോലും ഹർഷൻ ചേട്ടൻ തന്നെ എന്തുകൊണ്ടായിരിക്കും ശ്രദ്ധിക്കാതെ പോയത്? അവൾ ചിന്തിക്കാതിരുന്നില്ല. ഗീതുവിനുള്ള സാരി അത് തന്നെ തീരുമാനമായതും ഹർഷനുള്ള അവർ ഒരുമിച്ചെടുക്കാമെന്നായി. അവർക്ക് സംസാരിക്കാനും ഇടപഴകാനും കഴിയട്ടെ എന്ന് കരുതി രാധിക തന്നെ ഹർഷനൊപ്പം ഗീതുവിനെ പറഞ്ഞയച്ചു. നിങ്ങൾ ചെന്ന് എടുത്തോടാ, അപ്പോഴേക്കും ഞങ്ങൾ എനിക്കുള്ള സാരിയും വേണിക്കുള്ള എടുക്കാം. അല്ല, എന്നാ വാവിയും പോട്ടെ ഞങ്ങളുടെ കൂടെ, അവനുള്ള എടുക്കണ്ടേ? രാധിക പറയും. ഗീതു ചോദിച്ചു. നിങ്ങൾക്കിടയിലെ കട്ടുറുമ്പോ ഞാനില്ലേ, ഞാൻ അമ്മയുടെ കൂടെ വരെ ഇത് കഴിഞ്ഞു, എന്നിട്ട് എടുത്തോളാം. ശ്യാം ചിരിയോടെ പറയെ. എല്ലാവരും ചിരിച്ചുപോയി. ഗീതു ഒരു ചമ്മലോടെ ഹർഷനെ നോക്കിയപ്പോൾ ഹർഷൻ അവളെ നോക്കി കണ്ണുകൾ ചിമ്മി. അവൻ ശ്യാമിനെ ഒന്ന് ഇരുത്തി നോക്കിയെങ്കിലും ഉള്ളിൽ അതൊക്കെയും ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. വേണിക്ക് മാത്രം ഉള്ളുകൊണ്ട് അതൊന്നും അത്ര സുന്ദരമായി തോന്നിയില്ല. തന്റെ മുന്നിലൂടെ കൈകൾ കോർത്തു പിടിച്ച് നടന്നു പോകുന്നവരെ കാണി അവൾക്ക് ഹൃദയം എവിടേക്കോ നുറുങ്ങുന്നതായി അനുഭവപ്പെട്ടെങ്കിലും അവൾ സ്വാഭാവികതയോടെ നിൽക്കാനും മനസ്സിനെ ആശ്വസിപ്പിക്കാനും ധൈര്യപ്പെടുത്താനും ശ്രമിച്ചുകൊണ്ടിരുന്നു. വേണി വാ മോളെ, മോൾക്കും സാരി എടുക്കാം അല്ലേ? അവർ പോയ വഴിയെ നോക്കി നിൽക്കായിരുന്നവൾ ഒരു ഞെട്ടിലോടെ രാധികയെ നോക്കി. ഒരു നിമിഷം വേണ്ടി വന്നു അവൾക്ക് അവർ ചോദിച്ചെന്താണെന്ന് മനസ്സിലാക്കാൻ. വേണ്ട ആന്റി, എനിക്ക് സൽവാർ മതി, അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. മതിയോ? സെൽവാർ സെക്ഷൻ ഫസ്റ്റ് ഫ്ലോറിലല്ലേ, നമുക്ക് ഇത് കഴിഞ്ഞ് എടുക്കാൻ എന്നാ. ആതിരമോൾക്ക് എന്താ എടുക്കേണ്ടത്? സെൽവാർ മതിയോ? വേണിയോട് പറഞ്ഞ ശേഷം രാധിക ഗീതുവിന്റെ കൂടെ വന്ന അവളുടെ കസിൻ കുട്ടിയോട് ചോദിച്ചു. അയ്യോ ആന്റി, എനിക്കൊന്നും വേണ്ട, ഞങ്ങൾ കസിൻസ് എല്ലാവരും ഒരുമിച്ച് പോയെടുക്കാന്ന് ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആതിര ഒരു ചിരിയോടെ തന്നെ മറുപടി നൽകി. അത് സാരില്ല, എന്നാൽ ഇരിക്കട്ടെ, ആന്റിയുടെ വക കൂടെ. അത് എന്റെ അമ്മ സ്നേഹത്തോടെ തരുന്നത് വേണ്ടെന്ന് പറയില്ലേ ആദി? രാധികയ്ക്ക് പിറകെ ശ്യാമും പറഞ്ഞു. അവൾ പതിയെ ചിരിക്കുക മാത്രം ചെയ്തു. പക്ഷേ അത് കേൾക്കെ രാധിക അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. അവളെ കണ്ടത് മുതലുള്ള അവന്റെ ഇളക്കം അവർ ശ്രദ്ധിക്കുന്നുണ്ട്. വേണിക്കും മനസ്സിലായിരുന്നു ശ്യാമിന്റെ അവളുടെ പുറകെയുള്ള കൊത്തിപ്പെറുക്കിയുള്ള നടത്തം. അമ്മയുടെ നോട്ടം കാണി ശ്യാമിനെ പതിയെ വേണിക്കടുത്തേക്ക് നീങ്ങുന്നു. രാധികയ്ക്കുള്ള സാരി എടുക്കാൻ ഗീതുവിനെടുക്കാൻ വേണ്ടി വന്നതിന്റെ പകുതി സമയം പോലും വേണ്ടി വന്നില്ല. മാമ്പഴ മഞ്ഞ സോഫ്റ്റ് സിൽക്കിൽ ഗോൾഡൻ ഞൊറി വരുന്ന സാരി കണ്ടപാടെ രാധിക എടുത്തു. അത് കഴിഞ്ഞ പാടെ നാലുപേരും ശ്യാമുള്ള ഷർട്ട് മുണ്ടെടുക്കാനായി ഗീതുവിന്റെ ഹർഷിന്റെ അടുത്തേക്ക് ചെന്നു. അവർ ചെന്നപ്പോൾ ഹർഷൻ ഗ്രീൻ കളർ കുർത്തിയും കസവ് മുണ്ടും എടുത്ത് ശ്യാമിനുള്ള കുറച്ച് ഷർട്ട് കൂടെ നോക്കുകയാണ്. അവർ വന്നപ്പോൾ ഹർഷൻ എടുത്തു വെച്ചത് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. രാധിക നല്ലവണ്ണം ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ എല്ലാവരും ചേർന്ന് ശ്യാമിനുള്ള ഷർട്ട് നോക്കി തുടങ്ങി. അവനുദ്ദേശിച്ച പർപ്പിൾ ഷെയ്ഡ് കളർ കിട്ടാത്തതുകൊണ്ട് തന്നെ അവസാന ഷർട്ടിനുള്ള തുണിയും മുണ്ടും എടുത്തു. അവലിനുള്ളതും ആ കൂട്ടത്തിൽ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ പാടെ എല്ലാവരും ഫസ്റ്റ് ഫ്ലോറിലേക്ക് ചെന്നു. വേണിക്കുള്ള സൽവാറാണ് ലക്ഷ്യം. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ സമയം ഉച്ചയ്ക്ക് 1:30 എല്ലാവർക്കും വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. വേണിക്കുള്ള കൂടെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കഴിക്കാമെന്നാണ് എല്ലാവരും കരുതുന്നത്. വേണിക്കുള്ളതാണ് എടുക്കുന്നതെങ്കിലും ആൾക്ക് മാത്രം നോക്കാനോ എടുക്കാനോ വലിയ ഉത്സാഹം ഉണ്ടായിരുന്നില്ല. അത് ഹർഷൻ ശ്രദ്ധിക്കുകയും ചെയ്തു. ഇന്ന് മാത്രമല്ല, കുറച്ച് ദിവസമായി വേണിക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് അവൻ തോന്നി തുടങ്ങിയിട്ട്. പഴയ ഉത്സാഹവും സംസാരവും അവളിൽ കാണാനില്ല. ഒരു മൂടിക്കെട്ടിലും ആലോചനയും. നിശ്ചയം കഴിഞ്ഞ് അവളോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ അങ്കിളിനോടൊന്ന് സൂചിപ്പിക്കുകയോ വേണമെന്ന് അവൻ തീരുമാനിച്ചു. മറ്റാരേക്കാളും ശ്യാമാണ് വേണിക്കുള്ള സൽവാർ നോക്കാൻ മുമ്പിൽ. അമ്മയ്ക്കല്ല മറ്റൊരു പെൺകുട്ടിക്ക് ആദ്യമായിട്ടാണ് അവൻ ഡ്രസ്സ് എടുക്കുന്നത്. അതിന്റെ കൗതുകവും താല്പര്യവും അവന് ആവോളം ഉണ്ട്. ഇത് നോക്കിയ വേണി, ഇത് നിനക്ക് നല്ല ഭംഗിയുണ്ടാവും. മെറൂൺ കളറിലൊരു സെൽവാറും പൊക്കി പിടിച്ചാണ് ശ്യാമിന്റെ പറച്ച്. ദാ, നീയല്ലേ കളർ കോഡ് എന്നൊക്കെ പറഞ്ഞിരുന്നു, എന്നിട്ടിപ്പോ മെറൂണാണ് എടുക്കുന്നേ? രാധികയുടെ ചോദ്യം കേട്ടപ്പോഴാണ് അവൻ ആ കാര്യം ഓർമ്മയിൽ വന്ന്. അവൻ ഇളിപ്പിയ ചിരിയോടെ അവരെ നോക്കി. ചേടാ, അതിന് പർപ്പിൾ കളറിലൊരു സെൽവാറില്ലല്ലോ. അവൻ ചുറ്റും നോയിക്കൊണ്ട് നിരാശയോടെ പറഞ്ഞു. ഇത് ഇങ്ങനെ വരുമെന്ന് എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. രാധികയുടെ പുച്ഛം കണ്ടപ്പോൾ അവൻ പല്ലി അടിച്ചുകൊണ്ട് അവരെ നോക്കി. രണ്ടുപേരുടെയും പോരിനിടയിൽ ഹർഷൻ ചുറ്റുമൊന്ന് നോക്കി.
കുറച്ചകലെ കണ്ട എക്സാക്ട് ശ്യാമിന്റെ ഒക്കെ ഷർട്ടിന്റെ കളർ അല്ലെങ്കിലും അതിനോട് മാച്ചായി നിൽക്കുന്ന ഒരു സെൽവാർ കണ്ണിൽപ്പെട്ടതും അവൻ സെയിൽസ് ഗേളിനോട് അതെടുക്കാൻ ആവശ്യപ്പെട്ടു. ഇതുപോലെ ഇത് നോക്കിയേ. വേണിയെയും അടിയുണ്ടാക്കുന്നവരെയും നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. ശ്യാം അത് കയ്യിലെടുത്തുകൊണ്ട് നോക്കി. പിന്നെ അമ്മയെയും നോക്കി. അവരുടെ മുഖവും തെളിഞ്ഞിട്ടുണ്ട്. ഇത്ര നേരം നോക്കിയിട്ടും ഇത് ഞാൻ കണ്ടില്ലല്ലോ വേണി. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ശ്യാം അത് അവൾക്ക് നേരെ നീട്ടി. വേണി ആ സെൽവാർ കയ്യിൽ വാങ്ങി. പിന്നെ എല്ലാവരെയും നോക്കിക്കൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി. ഡ്രസ്സിംഗ് റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്തവൾ ആ സെൽവാർ ഏറെ ഇഷ്ടത്തോടെ നൊമ്പരത്തോടെ നോക്കി നിൽക്കെ അവൾ അർഷനോട് തന്റെ ഇഷ്ടം പറയാൻ ആഗ്രഹിച്ചു. ഈ ലോകത്തോട് മുഴുവൻ തന്റെ ഇഷ്ടം വിളിച്ചു പോവാൻ തോന്നി. ശക്തമായ ഒരു ഇഷ്ടം അവൾക്കുള്ളിൽ പൊട്ടിച്ചിതറാൻ എന്ന പോലെ വെമ്പി നിന്നു. വേണി സംഘർഷഭരിതമായ തന്റെ മനസ്സിനെ അടക്കി നിർത്തി. പിന്നെ ആ സെൽവാർ ധരിച്ചു. എവിടേക്കോ ചെറിയ ആൾട്രേഷൻ വേണ്ടി വരുമെങ്കിലും അത് തനിക്ക് നന്നായി ചേരുന്നുണ്ട്. വേണി പുറത്തു വന്നതും കാത്തു നിന്നവരുടെ കണ്ണുമുഖവും തെളിഞ്ഞു. വാവ്, ഇത് മതി, ഇത് സൂപ്പറായിട്ടുണ്ടടി, ശ്യാം അവളെ കണ്ടപാടെ പറഞ്ഞു. നിനക്ക് ഇഷ്ടായോ വേണി? രാധിക ചോദിച്ചു. ആ, ഇഷ്ടായി ആന്റി, ഇത് മതി. ഹർഷനെ ഒന്ന് പാളി നോക്കിക്കൊണ്ടാണ് അവളത് പറഞ്ഞത്. അവനും അത് ഇഷ്ടപ്പെട്ടു എന്ന് അവൾക്ക് മനസ്സിലായി. ആതിരയുടെ കൂടെ ഒരു സെൽവാർ എടുത്തതോടെ അവരുടെ ഷോപ്പിംഗ് അവസാനിച്ചു. ബില്ല് ചെയ്ത് ഓർഡർ ചെയ്യാനുള്ള അവിടെ തന്നെ ഏൽപ്പിച്ച് നേരെ അടുത്ത് തന്നെയുള്ള നല്ലൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് എല്ലാവരും ചെന്ന്. സമയം 2 മണി കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും എല്ലാവർക്കും നന്നായി വിശന്നിരുന്നു. അവരവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിച്ചു തുടങ്ങി. കഴിക്കുമ്പോഴും അടുത്തിരുന്ന് സംസാരിക്കുന്ന അർഷനിലേക്കും ഗീതുവിലേക്കും വേണിയുടെ കണ്ണുകൾ അനുസരണയില്ലാതെ ഓടിച്ചെന്നുകൊണ്ടിരുന്നു. അവൾ ഓരോ നിമിഷവും ഹർഷൻ ഗീതുവിൻ്റെതാണെന്ന് മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. ഉറങ്ങാൻ കഴിയാതെ വേണി തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. നാളെയാണ് ഹർഷന്റെ വിവാഹ നിശ്ചയം. എത്ര ശ്രമിച്ചിട്ടും അവൾക്കുള്ളിലെ നിരാശയും സങ്കടവും മറികടക്കാൻ കഴിഞ്ഞില്ല. ഒരു തവണയെങ്കിലും തന്റെ ഇഷ്ടം ഹർഷൻ ചേട്ടനോട് പറയാമായിരുന്നു. അവൾ നിരാശയോടെ ചിന്തിച്ചു. പിന്നെയും എന്തൊക്കെയോ ചിന്തിച്ച് ഏറെ നേരം കഴിഞ്ഞാണ് അവൾ ഉറങ്ങിയത്. രാവിലെ നേരത്തെ തന്നെ ഉണർന്ന വേണി കുറെ നേരം എണീക്കാതെ കണ്ണു തുറക്കാതെ അവിടെ തന്നെ കിടന്നു. രാധിക ഡോറിൽ തട്ടി വിളിക്കുന്ന കേട്ടപ്പോഴാണ് മടുപ്പോടെ എണീറ്റത്. മുഖമൊന്ന് കഴുകി അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അമ്മ എന്നുമില്ലാത്ത രീതിയിൽ അപ്പം ചുടുകയാണ്. കൂടെ തന്നെ സവാള അരിയുകയും ചെയ്യുന്നുണ്ട്. വേണി അമ്മയെ അല്പനേരം നോക്കിയെന്ന ശേഷം അടുക്കളവാതിലൂടെ മുറ്റത്തേക്ക് ഇറങ്ങി. ചൂലുമെടുത്ത് മുൻവശത്തേക്ക് നടന്നിയെന്ന് ഒരരികിൽ നിന്ന് മുറ്റം തൂക്കാൻ തുടങ്ങി. അവൾക്ക് ഒട്ടും ഉത്സാഹമില്ലായിരുന്നു. മുറ്റം തൂക്കുമ്പോഴും ചെടികൾക്ക് വെള്ളമൊഴിക്കുമ്പോഴും അവൾ മറ്റെന്തൊക്കെയോ ചിന്തകളിലായിരുന്നു. വേണി മുറ്റടിച്ചു വാരിക്കഴിഞ്ഞ് കയറി ചെന്നപ്പോൾ അടുക്കളയിൽ അച്ഛനുമുണ്ട്. കട്ടൻ ചായ കുടിക്കുകയാണ്. നിനക്ക് ചായ വേണോ വേണി? അവളെ കണ്ടത് സന്ധ്യ ചോദിച്ചു. വേണ്ട, അവൾ അലസതയോടെ പറഞ്ഞു. എന്നാ വേഗം ചെന്ന് കുളിച്ച് മാറ്റിക്കോ, ഇവിടുന്ന് 9 മണിക്ക് ഇറങ്ങേണ്ടതാ, സന്ധ്യ വീണ്ടും പറഞ്ഞു. വേണിയൊന്ന് മൂളിക്കൊണ്ട് അകത്തേക്ക് നടന്നു. വേണി, ആ ചെക്കനെയും വിളിച്ച് എണീപ്പിച്ചേക്ക്, കുളിക്കാൻ കയറിയ മണിക്കൂർ 2 വേണം ചെക്കന്. സന്ധ്യ വിളിച്ചു പറയുന്ന കേട്ടപ്പോൾ മുറിയിലേക്ക് അടക്കാൻ നിന്നവളൊന്ന് നിന്നു. പിന്നെ തിരിഞ്ഞ് അമ്മയുടെ റൂമിലേക്ക് നടന്നു. ഡോറ് മറയ്ക്ക് തുറന്നു കിടപ്പുണ്ട്. അമ്മ ഒരു തവണ വിളിച്ചിട്ടുണ്ടാവണം. വേണി അകത്തേക്ക് കയറിയപ്പോൾ അമൽ നല്ല ഉറക്കമാണ്. അവൾ മടുപ്പോടെ തന്നെ അവന്റെ അടുത്തേക്ക് ചെന്ന് തട്ടി വിളിക്കാൻ തുടങ്ങി. അമലെ, എണീറ്റ്, നിന്നോട് എണീക്കാൻ ദാ. 3-4 തവണ വിളിച്ചിട്ടും അവൻ എണീക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ വേണി ആ ശ്രമം ഉപേക്ഷിച്ചു. നിരാശയും മടുപ്പും അവൾ അത്രത്തോളം ബാധിച്ചിരുന്നു. അവൾ തിരിച്ച് റൂമിലേക്ക് തന്നെ പോന്നു. പിന്നെ കുളിച്ചു മാറാനുള്ളതെടുത്ത് ബാത്റൂമിലേക്ക് കയറി. കുറെ നേരമെടുത്ത് തന്നെയാണ് അവൾ കുളിച്ചിറങ്ങിയത്. മുടിയൊന്ന് കോതിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അമൽ സെറ്റിയിൽ ഉറക്കച്ചടോടെ ഇരിക്കുന്നത് കണ്ടു. അവൾ അവനെ മൈൻഡ് ചെയ്യാതെ അടുക്കളയിലേക്ക് ചെന്നു. അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞ് ക്ലീനിങ് ആണ്. വേണി ഒരു പ്ലേറ്റ് എടുത്ത് കഴിക്കാനുള്ള എടുത്ത് ഡൈനിങ് ഹാളിലേക്ക് തിരികെ പോന്നു. പതിയെ കഴിക്കുന്നിടയിൽ അമൽ അടുക്കളയിലേക്ക് പോകുന്നു. അമ്മ അവനോട് കുളിക്കാൻ പറയുന്നതും കേട്ടു. അമ്മയ്ക്ക് എന്തൊരു ആവേശമാണ്. സ്വന്തം മകന് നിശ്ചയം നടക്കുന്ന പോലെ ഒരു ആഹ്ലാദമാണ്. അമ്മയ്ക്ക് മാത്രമോ? അച്ഛനും അമ്മയിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. തനിക്ക് മാത്രമാണ് സന്തോഷമില്ലാത്തത്. വേണി ഒരു നെടുവീർപ്പോടെ ഓർത്തു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ വേണി ഒരുങ്ങാൻ തുടങ്ങി. ഹർഷൻ അന്നെടുത്ത് തന്ന പർപ്പിൾ ഷെയ്ഡിൽ വരുന്ന സെൽവാർ ധരിച്ച് അവൾ കണ്ണാടിക്ക് മുമ്പിൽ നിന്നു. ഒരു നിമിഷം അവൾക്ക് തൊണ്ടക്കുഴിയിൽ നിന്ന് രേഖകൾ പുറത്തു വന്നു. കീഴ്ച്ചുകൊണ്ട് കടിച്ചു പിടിച്ച് തേങ്ങലടക്കി അവൾ കണ്ണുകൾ മുറുക്കെ അടച്ചു തുറന്നു. പിന്നെ ഉള്ളിലെ സങ്കടവും നിരാശയും വാശിയിലേക്ക് മാറാൻ സമയമേറെ വേണ്ടി വന്നില്ല. വന്ന വാശിയിൽ അവൾ എന്നത്തേക്കാൾ ആത്മാർത്ഥതയോടെ ഒരുങ്ങി. മേക്കപ്പ് കഴിഞ്ഞ് മുടിയും വൃത്തിയിൽ സ്റ്റൈൽ ചെയ്ത് സെൽവാറിന്റെ ദുപ്പട്ട കൂടെ തോളിലൂടെ ഇട്ടു. പിന്നെ മൊബൈൽ ഫോണും കയ്യിൽ പിടിച്ച് മുറിയിൽ നിന്ന് ഇറങ്ങി. അവിടെ അമ്മ അവസാനം മിനുക്കുപണികളിലാണ്. അച്ഛനും അമ്മനെവിടെ? സീമന്തരേഖ ചോപ്പിക്കുന്ന സന്ധ്യയുടെ അടുത്തേക്ക് എന്നോട് ചോദിച്ചവൾ. അവർ മാറ്റിക്കഴിഞ്ഞപ്പോഴേ അങ്ങോട്ട് പോയി. കഴിഞ്ഞ നിന്റേത്? നമുക്ക് ഇറങ്ങിയാലോ? 9 കഴിഞ്ഞു, എല്ലാവരും എത്തിയിട്ടുണ്ടാവും. സന്ധ്യ ധൃതിയിൽ പേഴ്സും ഫോൺ എടുത്തുകൊണ്ട് അവളോട് പറഞ്ഞു. അച്ഛനോട് ഞാൻ അവിടെ ചെന്ന ശേഷം ഒന്ന് വിളിക്കാൻ പറഞ്ഞതാ. എവിടെ വിളിക്കുന്നു? വീട് പൂട്ടിയിറങ്ങവേ സന്ധ്യ വീണ്ടും പറഞ്ഞു. വേണി കേട്ടു നിന്നുവെന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഹർഷന്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ പക്ഷെ എല്ലാവരും വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ.
പെണ്ണു വീട്ടിലേക്ക് പോകാനുള്ള 5-6 വണ്ടികൾ കിടപ്പുണ്ട് മുറ്റത്ത്. അവരിൽ ചിലതിൽ കുട്ടികൾ കയറിയിരിക്കുകയും കളിക്കുകയും ചെയ്യുന്നുണ്ട്. ഷാജി മീനമ്മ ചേർത്തിയുടെ മകനോട് സംസാരിച്ചുകൊണ്ട് മുറ്റത്ത് തന്നെ നിൽപ്പുണ്ട്. അമലിനെ കണ്ടില്ല. വേണിയും സന്ധ്യ അകത്തേക്ക് ചെന്നപ്പോൾ ഹർഷന്റെ അടുത്ത ബന്ധുക്കൾ തന്നെയായിരുന്നു വീടിനകത്ത്. ഹർഷനെയോ ശ്യാമിനെയോ അവിടെയൊന്നും കണ്ടില്ല. രണ്ടുപേരും രാധികയെ തിരഞ്ഞുകൊണ്ട് റൂമിലേക്ക് ചെന്നു. അത് ശരി, നിന്റെ ഒരുക്കം കഴിഞ്ഞില്ലേ രാധികയെ? മുടി ചീക്കൊണ്ട് നിൽക്കുന്ന രാധികയെ കണ്ടുകൊണ്ടാണ് അവർ വന്ന രണ്ടാളും. ഞാൻ ഓർത്തേയുള്ളൂ എന്താ നിങ്ങൾ ലേറ്റാവുന്നതെന്ന്. സംസാരമൊക്കെ പിന്നെ വേഗം മുടി കിട്ടിയേ നീ. സന്ധ്യ ധൃതി വെച്ചു. അവിടെ ബേബി ചേർത്തി നിഷയുമുണ്ട്. നിഷയും മുഖത്ത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. സന്ധ്യ ചേച്ചി കുറച്ചുകൂടെ നേരത്തെ വരായിരുന്നു കേട്ടോ. ഇതിപ്പോ അന്യര് വരുന്ന പോലെ കണ്ടില്ലേ, അവസാന നേരം വന്നിരിക്കുന്നു. നിഷ പറയുന്ന കേട്ടപ്പോൾ സന്ധ്യ ചിരിയോട് അവിടെ നേരെ തിരിഞ്ഞു. എന്റെ നിഷയെ, അവിടുത്തെ പണിയൊന്നും തീരണ്ടേ? നേരത്തെ ഇറങ്ങണമെന്ന് കരുതിയതാ. എല്ലാം ഒന്ന് ഒതുങ്ങി തീർന്നപ്പോഴേക്കും ഈ സമയമായി. സന്ധ്യയും നിഷയും ബേബി ചേർത്തിയും നമ്മളെ സംസാരത്തിനിടയിൽ രാധിക ഒരുക്കം പൂർത്തിയാക്കി. അതോടെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ബാക്കിയുള്ള അയൽപ്പക്കക്കാരും വന്നു ചേർന്നിരുന്നു. തൊട്ടടുത്തുള്ള കുറച്ച് അയൽക്കാരും പിന്നെ ബന്ധുക്കളും ഹർഷന്റെ 1-2 സുഹൃത്തുക്കളും കൊളീഗ്സും ചേർന്ന് കുറച്ചധികം പേരുണ്ട്. ഹൗസ് വാമിങ്ങിന് ബന്ധുക്കൾ മുഴുവൻ പേരെയും വിളിക്കാത്തതുകൊണ്ട് തന്നെ ഇത്തവണ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. ഗ്രീൻ കളർ കുർത്തയും കസവും മുണ്ടും കൊടുത്ത് സ്റ്റെയർ ഇറങ്ങി വരുന്ന ഹർഷനെ കണ്ടതും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്കായി. ആ വേഷം അവന് നന്നായി ചേരുന്നുണ്ട്. മുടിയും മീശയും എല്ലാം ഒതുക്കിയത് കൊണ്ട് തന്നെ എന്തൊക്കെയോ ചെറിയ മാറ്റങ്ങളോ അവനിൽ കാണാം. മുഖത്ത് ഗൗരവം പാടേയില്ല. ചുണ്ടിൻ കോണിൽ കുഞ്ഞൊരു പുഞ്ചിരി. ഏറെ സന്തോഷമുള്ളതുകൊണ്ടായിരിക്കണം ആ പുഞ്ചിരി തെളിഞ്ഞു കാണാം. വേണി ഏറെ ഇഷ്ടത്തോടെ നഷ്ടബോധത്തോടെ അവനെ നോക്കി. എന്നാ പിന്നെ നീ ഇറങ്ങാല്ലേ, 9:30 ആയില്ലേ? അങ്കിൾ പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ ആളുകൾ ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങി. ഹർഷൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവരേറെ സ്നേഹത്തോടെ അവനെ ചേർത്ത് പിടിച്ച് കവിളിലൊന്നും മുത്തി. അവന് പുറകിൽ തന്നെ ശ്യാമും അമലുമെല്ലാം ഉണ്ട്. എല്ലാവരുടെയും മുഖത്ത് സന്തോഷം മാത്രം. വേണിയും തന്റെ മുഖത്ത് വിടുന്ന ഒരു പുഞ്ചിരി ഒട്ടിച്ചേർത്തു. അവരിറങ്ങി വന്നപ്പോഴേക്കും ഓരോ വണ്ടികളിലും ആളുകൾ കയറിയിരുന്നു. ഹർഷന്റെ കാറിലേക്ക് ഹർഷനും അവന്റെ കുറച്ച് സുഹൃത്തുക്കളും കയറിയിരുന്നപ്പോൾ അങ്കിളിന്റെ കാറിൽ അങ്കിളും ഫാമിലിയും രാധികയും കയറി. അവരുടെ കാറുകളാണ് മുന്നിലിറങ്ങിയത്, പുറകെ മറ്റു വണ്ടികളും. ഷാജിയുടെ കാറിലാണ് ശ്യാം വരുന്നത്. അയാൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നോടെ സന്ധ്യാമലും ഹർഷനും വേണിയും കയറി. മറ്റു വണ്ടികളുടെ പുറകിൽ ആ വാഹനവും കുതിച്ചു. ഗ്രീനും പിങ്കും കലർന്ന സാരി എടുത്ത് നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്ത് സുന്ദരിയായിട്ടുണ്ട് ഗീതു. വിടർന്ന ചിരിയോടെ അരികിലുള്ള ഹർഷനോട് എന്തോ പറയുകയാണ് അവൾ. കണ്ടു നിൽക്കുന്നവർക്കൊക്കെ പെർഫെക്റ്റ് ജോഡിയെന്ന അഭിപ്രായം മാത്രമേ ഉള്ളൂ. വേണി അമ്മയുടെ അരികെ പറ്റി അവരെ നോക്കി നിന്നു. മോതിരം മാറാനുള്ള സമയമായതും ഗീതുവിന്റെ അച്ഛനും ഹർഷന്റെ അങ്കിളും മുന്നോട്ട് വന്നു. മുറ്റത്തെ ചെറിയ മണ്ഡപത്തിലേക്ക് കയറി നിന്നവർ പിന്നെ മുന്നിലെ തളികയിൽ നിന്നും മോതിരെടുത്ത് നൽകിയവർക്ക്. ഹർഷൻ അവളെ മുഖമുയർത്തി നോക്കി ഒരുപാട് ഇഷ്ടത്തോടെ. തന്റെ കൈയിലെ മോതിരം അവളുടെ വിരലിൽ അണിയിച്ചു കൊടുത്തു. ഗീതു തിരിച്ചവന്റെ വിരലിലേക്ക് മോതിരം അണിയിച്ചു. ഭംഗിയുള്ള ചിരി അവരുടെ മുഖത്തുണ്ടായിരുന്നു. രാധികയും ശ്യാമും ഒരുപാട് സന്തോഷത്തോടെ ആ മുഹൂർത്തം കണ്ണിറയെ കണ്ടു. സന്ധ്യയും ഉള്ളിൽ പ്രാർത്ഥനയോടെ അവരെ നോക്കി. വേണിയും കണ്ണു നിറയെ കണ്ടു ആ കാഴ്ച. ഭാവ്യത്യാസമില്ലാതെ കണ്ടു നിൽക്കുമ്പോഴും അവളുടെ ഹൃദയം അവൾക്ക് തിരിച്ചറിയാൻ സാധിക്കും വിധം തേങ്ങുകയായിരുന്നു. വിവാഹം കുറച്ചധികം മാസങ്ങൾ കഴിഞ്ഞായതുകൊണ്ട് മറ്റ് ചടങ്ങുകൾ ഒഴിവാക്കിയിരുന്നു. മോതിരമാറ്റം കഴിഞ്ഞതും അവരുടെ ഓരോരുത്തരുടെ ഒപ്പം ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി. ആദ്യം ഗീതുവിന്റെയും പിന്നെ ഹർഷന്റെ കുടുംബവും പിന്നീട് 2 കുടുംബങ്ങൾ ഒരുമിച്ചും ഫോട്ടോസ് എടുക്കാനായി ചെന്നു. പിന്നീട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഓരോരുത്തരായി ചെന്നു. അച്ഛന്റെയും അമ്മയുടെയും കൂടെ വേണിയും ചെന്ന് ഫോട്ടോ എടുക്കാൻ. എപ്പോഴേ ഒട്ടിച്ചു വെച്ച ആ പുഞ്ചിരി അവളുടെ ചുണ്ടിൽ ഇപ്പോഴുമുണ്ട്, കോട്ടമില്ലാതെ. അവരുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ ശ്യാം പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെന്നു. അമലിനെയും വേണിയെ അവിടെ പിടിച്ചു നിർത്തി. ശേഷം അവർ ഒരുമിച്ചൊരു ഫോട്ടോക്കായി പോസ് ചെയ്തു. ഫോട്ടോ എടുപ്പ് കഴിഞ്ഞതും അവർ കഴിക്കാനായി ചെന്നു. 2 കൂട്ടം പായസവും ചേർന്ന സദ്യയായിരുന്നു. വേണി വെറുതെ കഴിക്കാതെ വിരലിട്ട് ഇളക്കിയിരുന്നു. പിന്നെ അമ്മയുടെ കൂടെ പകുതിയോളം ബാക്കിയാക്കി എണീക്കുകയും ചെയ്തു. അവരാരും അവരുടെ ഉള്ളിൽ നോവറിഞ്ഞില്ല, നൊമ്പരമറിഞ്ഞില്ല. ഉടുപ്പ് പോലും മാറാതെ വേണി ബെഡിലേക്ക് വീണു. വെറുതെ അവൾ അങ്ങനെ കിടന്നു. ഫോൺ റിങ് ചെയ്യുന്ന കണ്ടപ്പോൾ അവളും നോക്കി. അഞ്ജന തന്നെയാണ്. ഇതിപ്പോൾ 3ാമത്തെ കോളാണ്. റിങ് ചെയ്ത് അവസാനിക്കും വരെയും അവളത് നോക്കി നിന്നു. റിങ് അവസാനിച്ചതും ഫോൺ മാറ്റിവെച്ച് ഒരു ഉറക്കം കാത്ത് കണ്ണടച്ചപ്പോൾ പക്ഷേ ഹർഷൻ ഗീതുവിന്റെ വിരലിൽ മോതിരം അണിക്കുന്ന മാത്രമേ കാണുന്നുള്ളൂ. പ്രേമത്തോടെയുള്ള അവന്റെ നോട്ടം, സ്നേഹത്തോടെയുള്ള സംസാരം, ഇടപഴകലുകൾ. മനസ്സിൽ വീണ്ടും വീണ്ടും ആ ചിത്രങ്ങൾ തെളിയവേ വേണി അസഹനീയതയോടെ കണ്ണുകൾ തുറന്നു. പിന്നെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കയറി. പൈപ്പ് തുറന്ന മുഖത്തേക്ക് ശക്തമായി വെള്ളമൊഴുകി അവിടെ സെൽവാറിന്റെ മുൻഭാഗം നനഞ്ഞു. വേണി കണ്ണാടിയിൽ കാണുന്ന തന്നെ തന്നെയെന്ന് നോക്കി. കലങ്ങിച്ചു വന്ന കണ്ണുകളും മുഖവും. കൺമഷി കണ്ണിന് ചുറ്റും പരന്നു കിടക്കുകയാണ്. പൊട്ടുനെറ്റിയിൽ കാണുന്നേയില്ല. വേണി ആ വേഷം അയച്ചു വെച്ച് റൂമിലേക്ക് കയറി.
കബോർഡിൽ നിന്ന് ഒരു നൈറ്റ് വെയർ എടുത്തിട്ട് മുടിയിൽ അലങ്കാരങ്ങളെല്ലാം അഴിച്ചു മാറ്റി. പിന്നെ വീണ്ടും ബെഡിലേക്ക് വീണു. ഈ കുട്ടി ഇത് എത്ര നേരായി റൂമിലേക്ക് പോയിട്ട്? വന്നപ്പോ തൊട്ട് ആ ഡോറടച്ച് അതിനകത്ത് ഇരിക്കാൻ തുടങ്ങിയതാ. സന്ധ്യ ആരോടൊന്നില്ലാതെ പറഞ്ഞു. ഷാജി കയ്യിലെ ഫോണിൽ നിന്ന് മുഖയുയർത്തി ഭാര്യയെ നോക്കി. പിന്നെ വേണിയുടെ അടഞ്ഞു കിടക്കുന്ന ഡോറിലേക്കും. നിശ്ചയം കഴിഞ്ഞ് വന്നയുടനെ തന്നെ അമൽ ശ്യാമിന്റെ കൂടെ ക്ലബിലേക്ക് ഇറങ്ങിയതാണ്. ഷാജിയും സന്ധ്യയും ഫ്രഷായി ലിവിംഗ് റൂമിലിരുന്ന് നിശ്ചയത്തെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ പറയുകയാണ്. സന്ധ്യയെ ഞാൻ നിന്നോട് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വേണിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുറച്ചു ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു, അവൾക്ക് എന്തൊക്കെയോ ഒരു മാറ്റം. സന്ധ്യ ഒരു അത്ഭുതത്തോടെ അയാളെ മുഖമുയർത്തി നോക്കി. അവൾക്ക് എന്ത് വിഷമം? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അറിയില്ലേ? അവൾ പറയില്ലേ? അത് പറഞ്ഞെങ്കിലും അടുത്ത നിമിഷം എന്തോർത്ത പോലെ അവരുടെ മുഖമൊന്ന് ചുളിഞ്ഞു. വിഷമമുണ്ടോന്നറിയില്ല, പക്ഷെ ഇത്തിരി ദേഷ്യം കൂടിയിട്ടുണ്ട് പെണ്ണിന്. ഏത് നേരം മുഖം വീർപ്പിച്ച് റൂമിൽ തന്നെ ഇരിക്കുന്ന കാണാം. അന്ന് തന്നെ നിശ്ചയത്തിലുള്ള ഡ്രസ്സ് എടുക്കാൻ പോകാൻ എന്തൊരു മടിയായിരുന്നു. ഞാൻ രാധികയോട് അവൾ വരുമെന്ന് പറഞ്ഞതിന് എൻ്റെ അടുത്ത് വന്നൊരു ചാടലായിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടായോ? എന്നിട്ട് നീ അത് എന്നോട് പറഞ്ഞില്ലല്ലോ. അല്ല, അവൾക്ക് എന്തിനായിരുന്നു ദേഷ്യം? അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. സന്ധ്യ പറഞ്ഞു കേട്ടപ്പോൾ ഷാജി സംശയത്തോടെ ചോദിച്ചു. ഞാനത് പറയാൻ വിട്ടതാ. ദേഷ്യം എന്തിനാണെന്ന് എനിക്കറിയില്ല. അപ്പൊ കുറച്ച് ആടിത്തുള്ളിയെങ്കിലും പിറ്റേന്ന് പോകുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. സന്ധ്യ പറഞ്ഞെങ്കിലും അയാൾക്ക് എവിടേക്ക് എന്തോ പൊരുത്തക്കേടുകൾ തോന്നി. ഭാര്യയോട് പറഞ്ഞില്ലെങ്കിലും അയാളുടെ മനസ്സിൽ അത് അങ്ങനെ കിടന്നു. വൈകുന്നേരത്തോടടുപ്പിച്ചാണ് ഹർഷന്റെ ബന്ധുക്കൾ പോയത്. കുറച്ചുപേരൊക്കെ നേരത്തെ പോയിരുന്നെങ്കിലും ദൂരെ അധികം ഇല്ലാത്തവർ വൈകുന്നേരം വരെയും അവിടെ നിന്നു. ആന്റിയും അങ്കിളും പിന്നെ ഗീതുവിന്റെ വീട്ടിൽ നിന്ന് കൂടെ വന്നില്ല. നേരെ തറവാട്ടിലേക്കാണ് പോയത്. എല്ലാവരും പോയി കഴിഞ്ഞതും രാധിക മേല് കഴുകി വിളക്ക് വെച്ച് തൊഴുത് അകത്തേക്ക് കയറി. ഹർഷം മുകളിലാണ്. ശ്യാമാണെങ്കിൽ വന്നപ്പോൾ തന്നെ ക്ലബിൽ പോവാണെന്ന് പറഞ്ഞൊരു പോക്കായിരുന്നു. ഈ ചെക്കന് വരാനായില്ലേ ആവോ? മെല്ലെ ആത്മകഥം പറഞ്ഞുകൊണ്ട് രാധിക ഫോൺ എടുത്തു. ശ്യാമിന്റെ നമ്പർ എടുത്തതിലേക്ക് കോൾ ചെയ്യും മുമ്പ് ധൃതിയിൽ ഹർഷൻ താഴേക്ക് വന്നിരുന്നു. അമ്മേ! അവന്റെ അങ്കലാപ്പോടെയുള്ള സ്വരം കേൾക്കെ രാധിക തിരിഞ്ഞു നോക്കി. ഇങ്ങനൊരു ചതി വേണ്ടിയിരുന്നില്ല സുധാകര. നിശ്ചയം കഴിഞ്ഞ അന്നേനെ ബന്ധം വേണ്ടെന്ന് വെക്കുക എവിടെയും നടക്കുന്ന കാര്യമാണോ? അത് ഇതുപോലെ? ഗോപൻ അമർഷത്തോടെ പറഞ്ഞു വന്ന് പാതിയിൽ നിർത്തി. അയാൾ ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ട്. പക്ഷെ മര്യാദ ഒന്നുകൊണ്ട് മാത്രമാണ് കൈവിട്ടൊന്നും പറയാത്തത്. അയാളുടെ സംസാരം കേൾക്കെ ഗീതുവിന്റെ അച്ഛൻ നാണക്കേടോടെ തന്റെ ബന്ധുക്കളെ നോക്കി. എടോ, ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങള്. മനഃപൂർവ്വം കൊണ്ട് എത്തിച്ചൊന്നുമല്ല. അവര് തമ്മിൽ കുറച്ചു കാലം ഇഷ്ടത്തിലായിരുന്നത് ശരി തന്നെയാ. പക്ഷെ അതൊക്കെ അവസാനിപ്പിച്ചിട്ട് കാലം കുറച്ചായി. ഇതിപ്പോ ഇങ്ങനൊരു കടും കയ്യാവൻ ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും ഞങ്ങൾ കരുതിയതല്ല. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറ, ഇങ്ങനൊരു സാഹചര്യത്തിൽ ഞങ്ങൾ എന്താ ചെയ്യാ? സുധാകരൻ തന്റെ ദയനീയാവസ്ഥ അവരെ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഗോപനോ നിഷക്കോ ഷാജിക്കോ അതൊന്നും ദഹിക്കുന്നുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞ കഥയും വിശ്വാസയോഗ്യമായി തോന്നിയില്ല. മൂന്നുപേരും വല്ലാത്തൊരു മാനസികാവസ്ഥയോടെ ഹർഷനെ നോക്കി. അവന്റെ മുഖത്തെ നിർവികാരതയിൽ നിന്ന് അവന്റെ മനസ്സ് വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല അവർക്ക്. എനിക്ക് ഗീതുവിനോടൊന്ന് സംസാരിക്കണം. പൊടുന്നതിനാവും പറഞ്ഞപ്പോൾ എല്ലാവരും ഒരൽപ്പം ഭയത്തോടെ പരസ്പരം നോക്കി. ലിവിംഗ് റൂമിനോട് ചേർന്നുള്ള മുറിക്കുള്ളിലെല്ലാം കേട്ടിരിക്കുന്നവൾ ഞെട്ടലോടെ മുഖമുയർത്തി. അത് പിന്നെ സുധാകരൻ വല്ലായ്മയുടെന്നെങ്കിലും ഹർഷൻ അതൊട്ടും കാര്യമാക്കാതെ എണീറ്റുകൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു. അതോടെ അയാൾ പുറകിൽ നിൽക്കുന്ന ഭാര്യയെ നോക്കി കണ്ണു കാണിച്ചു. അവരപ്പോൾ തന്നെ റൂമിലേക്ക് കയറി ചെന്നു. അവിടെ ഭയത്തോടെ നിൽക്കുന്നവളെ കണ്ടപ്പോൾ അവർ കണ്ണുകൾ അടച്ച് ധൈര്യം പകർന്നുകൊണ്ട് പറഞ്ഞു, ചെന്ന് സംസാരിക്കുക. അവൻ ഉമ്മറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഗീതുവിന് അപ്പോഴും പരിഭ്രാന്തി മാറിയിരുന്നില്ല. എങ്കിലും അവൾ തല ഉയർത്താതെ ആരെയും നോക്കാതെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഷാജിയുടെയും ഗോപന്റെയും നിഷയുടെയും മുഖം അവളെ കണ്ടത് ഇരുണ്ടുപോയി. വല്ലാത്തൊരു ദേഷ്യത്തോടെ മുഖം തിരിച്ചു നിഷ. അവർക്ക് കടുത്ത ദേഷ്യം തന്നെയുണ്ട് അവളോടും ആ വീട്ടുകാരോടും. ഗീതു അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടോ എന്തോ അങ്ങനെയും ഉമ്മറത്തേക്ക് തിടുക്കത്തിൽ പോയി. ഉമ്മറത്തെ ഉരുളം തൂണിന് അരികെ പറ്റി പുറത്ത് ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുന്നവനെ കാണെ ഗീതുവിന് സങ്കടമേറി. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൻ തനിക്ക് അത്രയും പ്രിയപ്പെട്ടവനായി മാറിയിരുന്നു. അവൾ പതിയെ നടന്നിയെന്ന് അവന്റെ അരികിൽ വന്ന് നിന്നു. എന്താ ഉണ്ടായത്? അവളുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ടുള്ള ആദ്യ ചോദ്യം അതായിരുന്നു. അതിൽ ദേഷ്യമില്ല, പരിഭവമില്ല, സങ്കടമില്ല. ഗീതു കലങ്ങിയ മിഴികളോട് അവനെ നോക്കി. കരഞ്ഞു കരഞ്ഞു വിങ്ങിയ കണ്ണുകളും ചുവന്ന് വീർത്ത കവിളുകളും കാണെ അവനെ നിശ്വസിച്ചു. 3 മണിയൊക്കെ ആയപ്പോ മനുവിന്റെ കുറച്ച് ഫ്രണ്ട്സും റിലേറ്റീവ്സും കയറി വന്നു. അവൻ മനഃപൂർവ്വം കാറ് കൊണ്ടുപോയി ഇടിക്കുകയായിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ ടെൻഷനിലും സങ്കടത്തിലായിരുന്നു. അതിനെല്ലാം കാരണം ഞാനാണ്, എന്റെ എൻഗേജ്മെന്റ് ആണെന്നൊക്കെ പറഞ്ഞ്. അത്രയും പറഞ്ഞപ്പോൾ തന്നെ ഗീതുവിന്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി. ഇടം കൈയാൽ കണ്ണെന്ന് തുടച്ചുകൊണ്ട് അവൾ വീണ്ടും പറഞ്ഞു തുടങ്ങി. ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞിട്ട് 6 മാസത്തോളായി. അതും അവനായി വേണ്ടെന്ന് വെച്ചതാ. വീട്ടുകാർ സമ്മതിക്കില്ലെന്നൊക്കെ പറഞ്ഞു. എന്നിട്ടിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താ. കുറെ ശ്രമിച്ചിട്ടാ ഞാനാ ഇന്നൊക്കെ കരകയറിയത്. ഇപ്പൊ കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതും എനിക്ക് വേണ്ടി അവൻ മരിക്കാൻ പോലും ശ്രമിച്ചു എന്ന് കേട്ടപ്പോ. ഗീതു ബാക്കി പറയാനാവാതെ വീർപ്പുമുട്ടലോടെ അവനെ നോക്കി. തെളിഞ്ഞ മനസ്സോടെ എനിക്ക് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനോ ഹർഷേനെ സ്നേഹിക്കാനോ കഴിയില്ല. എന്നോട് ദേഷ്യം തോന്നില്ല ഹർഷേട്ട.
ഗീതു തനിക്ക് പറയാനുള്ള മുഴുവൻ പറഞ്ഞില്ലെങ്കിലും അത്രയും പറഞ്ഞുകൊണ്ട് തലതാഴ്ത്തി നിന്നു. ഹർഷനെല്ലാം ശ്രദ്ധയോടെ കേട്ട ശേഷം നെറ്റിയിലൊന്ന് വിരൽ കൊണ്ട് പോറി. പിന്നെ പറഞ്ഞു, ശരി ഗീതു, അങ്ങനെയാണെങ്കിൽ നമുക്കിതങ്ങ് അവസാനിപ്പിക്കാം. വായു. ഹർഷനകത്തേക്ക് നടന്നപ്പോൾ ഗീതുവും ഇപ്പോഴും ശാന്തമാകാത്ത തന്റെ മനസ്സുമായി പുറകിലായി നടന്നു. അവന് യാതൊരു ദേഷ്യമില്ലാതെ താൻ പറഞ്ഞ് അംഗീകരിച്ചിരിക്കുന്നു. ഗീതുവിന് മനസ്സാക്ഷിയെ വഞ്ചിക്കുന്ന പോലെ അനുഭവപ്പെട്ടു. അകത്തേക്ക് കയറി വരുന്നവരെ കണ്ടതും എല്ലാവരും സൂക്ഷ്മതയോടെ നോക്കി. അങ്കിള്, ഇതോടെ അവസാനിപ്പിക്കാം. അവൻ പറഞ്ഞതും ആകെ സങ്കടത്തോടെ അവർ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. എങ്കിലും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അവർക്ക് മനസ്സിലായിരുന്നു ഇനി ഈ ബന്ധം മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ലെന്ന്. അവരവന്റെ അടുത്തേക്ക് ചെന്നു. മോനെ, അങ്കിൾ ഇടർച്ചയോടെ വിളിച്ചു. അവനെയാൾ ആശ്വസിപ്പിക്കാനെന്ന് വേണം കണ്ണുകൾ ചിമ്മി. പിന്നെ ഗീതുവിന്റെ അച്ഛന് നേരെ തിരിഞ്ഞു. അന്നേരം അവന്റെ മുഖം ഒരു പോലീസുകാരന്റെ മട്ടുംഭാവത്തിലേക്ക് മാറിയിരുന്നു. പറഞ്ഞതൊക്കെ അപ്പാടെ വിഴുങ്ങിയിട്ടൊന്നുമില്ല ഞാൻ. പക്ഷേ ഇനി ഈ ബന്ധം മുന്നോട്ടുണ്ടോ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ എല്ലാം അവസാനിപ്പിക്കാൻ ഞാൻ. അവന്റെ മൂർച്ചയേറിയ വാക്കുകൾ കേൾക്കെ അയാളൊന്ന് പരിങ്ങി. എങ്കിലും വലിയ പ്രശ്നങ്ങളില്ലാതെ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുകയാണെന്ന് മനസ്സിലായതും അയാൾ മറ്റൊന്നും പറയാൻ നിന്നില്ല. ആ മോതിരി ഊരി കൊടുത്തേക്ക് മോനെ, നിഷ ഇടറലോടെ പറഞ്ഞു. ഹർഷൻ തന്റെ കൈവിരലിലേക്ക് നോക്കി. ഒരു ദിവസത്തെ ആയുസ് പോലും ഇല്ലാത്ത പൊന്ന്. അവൻ വിരലിൽ നിന്ന് അത് ഊരിയെടുത്തു. അത് കാണാൻ ഗീതു അച്ഛനമ്മമാരെ നോക്കിക്കൊണ്ട് അവളുടെ വിരലിൽ നിന്ന് അവന്റെ പേരെഴുതിയ മോതിരം ഊരി. അത് പരസ്പരം മാറിക്കഴിഞ്ഞതും ഗീതു പിന്നെ അവിടെ നിന്നില്ല. അവൾ തിടുക്കത്തിൽ റൂമിലേക്ക് നടന്നുപോയി. ഹർഷനും മറ്റൊന്നും പറയാതെ തിരിഞ്ഞടന്നു. കൂടെ ഷാജിയും നിഷയും ഗോപനും. യാത്ര പോലും പറയാതെ പോകുന്നവരെ കാണെ അവർക്ക് വല്ലായ്മ തോന്നിയെങ്കിലും ആ കാര്യം അങ്ങനെ അവസാനിച്ചില്ല എന്നോർത്ത് സമാധാനവും അനുഭവപ്പെട്ടു. MLA സതീശന്റെ ഒരേ ഒരു പെങ്ങളുടെ 3 ആൺമക്കളിൽ ഏറ്റവും ഇളയവനാണ് മനു ദിനകർ. ഗീതുവിന്റെ കൂടെ പഠിച്ച കൂട്ടുകാരി വഴിയാണ് അവനുമായിട്ട് അവൾ അടുക്കുന്നത്. ഏകദേശം 3 വർഷത്തെ പ്രേമം. സാമ്പത്തികം കുറവാണെന്ന കാരണം കൊണ്ടാണ് മനുവിന്റെ പേരൻസ് ആ ബന്ധം അറിഞ്ഞുടനെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവൻ അതിൽ നിന്ന് ഊരിയെടുത്തത്. ഇതെല്ലാം ആദ്യമായി കണ്ട ദിവസം തന്നെ ഗീതു ഹർഷനോട് പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് മാത്രമല്ല, ആ ചാപ്റ്റർ തന്നെ ക്ലോസ് ചെയ്തെന്നാണ് അവൾ പറഞ്ഞത്. പക്ഷെ ഗീതുവിന്റെ വിവാഹം ഉറപ്പിച്ചെന്നറിയെ മനു വല്ലാത്ത ടെൻഷനിലായിരുന്നു. മറക്കാൻ ശ്രമിച്ചിട്ടും കഴിയാതെ പോയ ഇഷ്ടം അവനെ അസ്വസ്ഥനായിക്കൊണ്ടിരുന്നു. ഹർഷനെ കണ്ട വിവാഹം മുടക്കണമെന്ന് പോലും അവൻ പ്ലാൻ ചെയ്താണ്. അവനൊരു പോലീസുകാരനാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് പിന്നെ ആ ശ്രമം വേണ്ടെന്ന് വെച്ച്. ഒരിക്കൽ കൂടെ വീട്ടുകാരെ കൺവീൻസ് ചെയ്യാൻ അവൻ ശ്രമിച്ചു. അതും നടക്കാതെ വന്നപ്പോഴാണ് നിശ്ചയം നടന്ന ദിവസം തന്നെ തന്റെ പ്രണയത്തിന് വേണ്ടി എന്ന പോലെ ആരോടൊക്കെയോ വാശി തീർക്കാനായി കാറുമായി റോഡിലേക്ക് ഇറങ്ങിയത്. മുന്നിൽ വന്ന ലോറിക്ക് നേരെ മനഃപൂർവ്വം ഇടിക്കുകയായിരുന്നവൻ. അത്യാസന്നനായി ഹോസ്പിറ്റലിൽ കിടക്കുന്ന മകനെ കണ്ടപ്പോൾ മനുവിന്റെ പേരൻസ് തകർന്നുപോയി. തങ്ങളാണ് അവന്റെ ഈ അവസ്ഥ കാരണമെന്ന് തോന്നിയതും കുറ്റബോധം കൊണ്ട് വീർപ്പ് മുട്ടിയവർ. അവൻ തിരികെ വരുമ്പോൾ തെറ്റുകൾ തിരുത്തി ഗീതുവിന് അവന് തിരികെ നൽകണം, അവരുടെ പ്രണയം നേടിക്കൊടുക്കണം എന്നൊക്കെയും അപ്പോൾ തന്നെ ഉറപ്പിക്കുകയും ചെയ്തു. അതിന് പ്രകാരം സതീഷിനും മനുവിന്റെ അച്ഛനും കുറച്ച് സുഹൃത്തുക്കളും ഗീതുവിന്റെ വീട്ടിലേക്ക് വന്നു. കാര്യങ്ങളേറിയ അമ്പരന്ന് പോയി ഗീതുവിന്റെ അച്ഛനും അമ്മയും. കാരണം ഇങ്ങനെയൊരു ഇഷ്ടം അവൾക്ക് ഉണ്ടായിരുന്നത് ഇതുവരെ അറിയുക പോലും ഉണ്ടായിരുന്നില്ല അവർക്ക്. ഗീതു ആവട്ടെ ആ വാർത്ത അറിഞ്ഞതും ഞെട്ടിത്തരിച്ചു. ആദ്യമായി പ്രണയം തോന്നിയവനാണ്. ആ ബ്രേക്കപ്പ് പോലും തന്നെ അടിമുടി തകർത്ത് കളഞ്ഞിരുന്നു. എത്രയെത്ര ശ്രമിച്ചാണ് താൻ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന്. എന്നിട്ടിപ്പോൾ താൻ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നപ്പോൾ അവൾക്ക് ദേഷ്യം വന്നുപോയി അവനോട്. ഒരുപക്ഷെ ഈ വിവാഹം ഉറപ്പിക്കും മുമ്പെങ്കിലും തന്നോടൊന്ന് സംസാരിച്ചിരുന്നുവെങ്കിൽ താൻ ഈ ബന്ധം തന്നെ വേണ്ടെന്ന് വെക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ മറ്റൊരു പുരുഷൻ കൂടെ തന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് കഴിഞ്ഞിരുന്നു. എന്ത് ചെയ്യണം, എങ്ങനെ പ്രതികരിക്കണം എന്നറിയാൻ സ്തംഭിച്ച് നിൽക്കുമ്പോഴാണ് സതീശൻ കാര്യം അവതരിപ്പിച്ച്. മനു അത്യാസന നില തരണം ചെയ്തിട്ടുണ്ട്. പക്ഷെ അവൻ തിരികെ വരുമ്പോൾ ഗീതു അവനൊപ്പം വേണമെന്ന്. ആ വിവാഹത്തിനോ അവരൊരുമിച്ചുള്ള ജീവിതത്തിനോ ആർക്കും എതിർപ്പില്ലെന്ന് മാത്രമല്ല, എല്ലാവർക്കും പൂർണ്ണ സമ്മതമാണെന്ന്. സുധാകരനാകെ നടുക്കളിൽപ്പെട്ടൊരവസ്ഥയിലായി. ഹർഷനുമായുള്ള എൻഗേജ്മെന്റ് ആണ് ഇന്ന് കഴിഞ്ഞത്. അതും നല്ല ജോലിയും പെരുമാറ്റമുള്ള പയ്യനും നല്ലൊരു കുടുംബവും. എന്നാൽ മനുവാട്ടെ അതിനേക്കാൾ സാമ്പത്തികമായി ഉയർന്ന കുടുംബത്തിൽ നിന്നുള്ളവൻ, രാഷ്ട്രീയ കുടുംബം, ഒരുപാട് ബിസിനസ്സൊക്കെ ഉള്ളവർ. അതും ഇപ്പൊ ഇങ്ങോട്ട് വന്ന ബന്ധം വേണ്ടാന്ന് വെച്ചാൽ അതിലും വലിയൊരു നഷ്ടമില്ല. അയാൾ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങിപ്പോയി. സതീശൻ MLAയുടെയും സുധാകരനേട്ടന്മാരുടെയും പ്രലോഭനവും ഉപദേശവും കൂടെ ആയപ്പോൾ ഹർഷനെ ഒതുക്കത്തിൽ ഒഴിവാക്കാൻ തന്നെ തീരുമാനിച്ചു അയാൾ. ഗീതുവിനാവട്ടെ പാതി സമ്മതവും. ദിവസങ്ങൾ മാത്രം പരിചയമുള്ള ഹർഷനേക്കാൾ വലുത് അവൾക്ക് മനു തന്നെയാണ്. അതും ഇനി യാതൊരു തടസ്സവുമില്ലാതെ തനിക്ക് ലഭിക്കാൻ പോകുന്നു. താൻ ആഗ്രഹിച്ച കൊതിച്ച ജീവിതം, താൻ പ്രണയിച്ചവനോടൊപ്പം. പക്ഷേ ഒരൊറ്റ സങ്കടം മാത്രമേ ഉള്ളൂ. ഹർഷൻ അയാളെ ചതിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ വേദന തോന്നുന്നു. അത്രയേറെ നല്ല 3 മനുഷ്യർ തന്നെ അവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന ചിന്ത അവൾ ആശയക്കുഴപ്പത്തിലാക്കുക തന്നെ ചെയ്തു. പക്ഷെ അപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഹർഷനെ വിളിക്കുകയും എത്രയും പെട്ടെന്ന് ഇവിടേക്ക് എത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞിരുന്നു. പിന്നെ തനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എല്ലാവരും പറയുന്ന പോലെ ചെയ്യുന്ന പോലെ അനുസരിക്കുക എന്നതല്ലാതെ. കഴിഞ്ഞു പോയതോർക്കെ ഗീതുവിന് സങ്കടം വർദ്ധിച്ചു. കുറ്റബോധം കൊണ്ട് ഉരുകി അവൾ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.